ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ വെഹിക്കിൾ യൂസ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുമൂലം ഫൈനുകൾ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. പല ആളുകളും ഇത് അടയ്ക്കാതെ അവോയ്ഡ് ചെയ്തിട്ട് നടക്കാറാണ് പതിവ്. ചില ആളുകൾ ഇത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അടച്ചിട്ട് പോകും. അപ്പോൾ അത് തേർഡ് പാർട്ടി ആപ്സോ അല്ലെങ്കിൽ അക്ഷയയിലോ പോയിട്ടാണ് പല ആളുകളും അടയ്ക്കാറുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്സിൻ്റെ സഹായമില്ലാതെ എങ്ങനെ അടയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തേർഡ് പാർട്ടി ആപ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജും സർവീസ് ചാർജൊക്കെ നമുക്കത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കൊടുക്കാണ്ട് നമുക്കെങ്ങനെ ഡയറക്റ്റായിട്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അടയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൽ കാണുന്ന ഗൂഗിൾ ക്രോം എന്നുള്ള ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് വെഹിക്കിൾ ക്യാമറ ഫൈൻ ഓൺലൈൻ പേയ്മെൻറ്റ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പരിവാഹൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്, അതിലേക്ക് ഓപ്പൺ ആവുന്നതാണ്. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചലാൻ നമ്പർ അറിയുന്നുണ്ടെങ്കിൽ ചലാൻ നമ്പർ അടിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ നമ്പർ എന്നുള്ളതിൽ ടിക്ക് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഇനി അടിയിൽ കാണുന്ന ആ ഒരു ക്യാപ്ഷൻ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. കറക്റ്റായിട്ട് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലും സ്മോൾ ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്ററും കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. തെറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഗെറ്റ് ഡീറ്റെയിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഗെറ്റ് ഡീറ്റെയിൽ അടിച്ചപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുന്നേ കിട്ടിയിട്ടുള്ള ഫൈനും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഏതൊക്കെ പെൻഡിങ് ഉണ്ട് എന്നുള്ളതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് പെൻഡിങ് ഉള്ളതാണ് അടയ്ക്കേണ്ടത്. പെൻഡിങ് ഉള്ളത് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അതിൻ്റെ PDF ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് വന്നത്, എന്താണ് കാരണം എന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നമുക്കത് മനസ്സിലായി, ക്യാമറ ഫൈനാണ് കിട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് പഴയ വിൻഡോയിലേക്ക് തന്നെ വരിക. പഴയ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ പേ നൗ എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി അതിൽ കാണാം. അതിൽ പേ നൗ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിൽ വരുന്നതാണ്. അപ്പോൾ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ സൈഡിലായിട്ട് കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ OTP ജസ്റ്റ് സെക്കൻഡിൽ വരുന്നതായിരിക്കും നമ്മുടെ ഫോണിലേക്ക്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് കോപ്പി പേസ്റ്റോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് തെറ്റാതെ ആഡ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അടിയിൽ കാണാം, അത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹൻ എന്നുള്ള ഒരു വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ആവും. അതിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. അതിൽ ഈ ട്രഷറി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ആക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് ബാങ്കിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ബാങ്ക് ആപ്പ് വഴി നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അടിയിൽ പ്രൊസീഡ് ടു പേ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫൈന് കിട്ടിയിട്ടുള്ള ഒരു ലിങ്ക് അവിടെ കോപ്പി ആവുന്നതാണ്. അപ്പോൾ അത് വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അങ്ങനെയുള്ള പേയ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് UPI എന്നുള്ള ഓപ്ഷനാണ് ഗൂഗിൾ പേ ആയതുകൊണ്ട് വേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ എന്നുള്ളത് ടിക്ക് കൊടുക്കുക. ഇതിൽ നമ്മുടെ ഫൈൻ കിട്ടിയിട്ടുള്ള പൈസ ആഡായിട്ട് വരുന്നു. പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേ കറക്റ്റായിട്ട് പേ ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തത്. അപ്പോൾ നമുക്കവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ളൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിച്ചെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.